ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. ഇന്ന് ഈ സന്ധ്യയുടെ യാമത്തിൽ നമുക്കൊരുമിച്ച് കർത്താവ് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി ഞാൻ നന്ദി കരയേറ്റുന്നു. എന്നെ സ്നേഹിക്കുന്നവരാണ്. എനിക്ക് പുതിയ വർഷമൊക്കെ ആശംസിച്ച പാസ്റ്റർക്കും ബാക്കിയുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി കരയേറ്റുന്നു. ഓരോ ദിവസങ്ങളിലും നമ്മളെ നടത്തുന്നത് കർത്താവാണ്, അല്ലാതെ ആരുമല്ല. നമ്മുടെ ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നുമല്ല. അതെപ്പോഴും നമ്മൾ ഓർക്കണം. പുതുവർഷത്തിൽ മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും ഓരോ ദിവസങ്ങളിലും നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഏൽപ്പിച്ചു കൊടുക്കണം. ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. അതായത് നമ്മൾ ഫ്രീ ആയിട്ട് ദൈവത്തിന് കാര്യങ്ങളെ ഫലമേൽപ്പിക്കുകയാണ്. ദൈവത്തിന് എന്ത് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നോ അത് നിർവഹിക്കുവാൻ. വേറെ ഒന്നുമില്ല. നമ്മൾ ഈ വർഷങ്ങളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ആലോചിക്കുമ്പോൾ, നമ്മുടെ മിനിസ്ട്രിയും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ ആലോചിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കരുണയാണ്, വേറെ ഒന്നുമില്ല. ഓരോരുത്തരെ ദൈവം ഓരോ ശുശ്രൂഷ ഫലമേൽപ്പിക്കുന്നു. ചിലർക്ക് ജോലിയായിരിക്കും, ഹോസ്പിറ്റലിലായിരിക്കും, സ്കൂളിലായിരിക്കും. അവരെ ദൈവം അവിടെ ആക്കിയിരിക്കുകയാണ്. അവിടെയും അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷ നിർവഹിക്കുകയാണ്. എന്നാലൊരു കാര്യം, നമ്മളെവിടെ ആയിരുന്നാലും കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷ നിറപടിയായി നിർവഹിക്കുവാൻ കർത്താവ് നൽകുന്ന, അത് നമ്മളൊന്നും ചെയ്യുന്നത്, ഞാനിപ്പം ഒരു മിഷനറിയാണ്. ആ മിഷനറിയാണ് എന്ന് പറയുമ്പോഴും അത് ദൈവം ചെയ്ത കരുണയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മളാരും ദൈവത്തിന് ഒരു ഫേവറും ചെയ്യുന്നില്ല. ദൈവം നമുക്ക് ഫേവർ ചെയ്യുന്നതേ ഉള്ളൂ. അത് നമ്മൾ അറിയണം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, പലപ്പോഴും ആളുകളോടാണെങ്കിലും പറയും, ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ അത് ചെയ്യാൻ ദൈവം എന്നോട് കാണിച്ച കരുണയാണ്. നിങ്ങൾ സുവിശേഷത്തെ സ്നേഹിച്ച ആർക്കെങ്കിലും, ഏതെങ്കിലും മിഷനറിമാർക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എപ്പോഴും നമ്മൾ ഓർക്കണം, അത് ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് ദൈവം എന്നോട് കാണിച്ച കരുണയാണ്. ഇപ്പോൾ ചിലപ്പോൾ ആളുകൾ ഒക്കെ ഇങ്ങനെ പറയും, എന്നാലും ബ്രദർ ആഫ്രിക്കയിലൊക്കെ പോയി, വടക്കേ ഇന്ത്യ പോയി, ആഫ്രിക്കയിലൊക്കെ പോയി അവിടെ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, അവിടെ പോയി ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് എന്നെ വിളിച്ചില്ലേ? അതുകൊണ്ടല്ലേ. അത് കർത്താവ് എന്നോട് കാണിച്ച ഒരു കരുണയാണ്, അല്ലാതെ ഒന്നുമല്ല. കർത്താവ് എന്നോട് കാണിച്ച ഒരു കരുണയാണ്. മെനി ഇയേഴ്സ് ബാക്ക് എൻ്റെ പിള്ളേരൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് ടി വിയിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂവിന് എൻ്റെ വീട്ടിൽ ടി വിക്കാർ വന്നു. ടി വിക്കാർ വന്ന് എന്നോടിങ്ങനെ സംസാരിച്ചപ്പോൾ അവരെന്നോട് ചോദിച്ചു, മക്കളൊക്കെ എന്തെടുക്കുന്നു? ഞാൻ പറഞ്ഞു, മക്കളൊക്കെ പഠിക്കുന്നു. അന്നെല്ലാവരും പഠിക്കുക. ഉടനെ അവരെന്നോട് ചോദിച്ചു, അവരൊക്കെ ആരാകണമെന്നാണ് ആഗ്രഹം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ആഗ്രഹം അവരെല്ലാവരും മിഷനറിമാരാകണം, സുവിശേഷകരാകണമെന്നാണ്. പിന്നെ അവർ ചോദിച്ചു, അതെന്താ? അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരല്ലേ? അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് വർത്തമാനമായി പറയുന്നത്? നന്നായിട്ട് പഠിക്കുന്ന പിള്ളേർ എഞ്ചിനീയറും ഡോക്ടറും ആകണം, ഒന്നിനും പഠിക്കാതെ കിടക്കുന്നതിനെ എല്ലാം കൂടെ മിഷനറിമാരാക്കണമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ പറഞ്ഞു, നോ, എൻ്റെ ആഗ്രഹം അവർ എന്താകുന്നു എന്നുള്ളത് ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യമാണ്. എൻ്റെ ആഗ്രഹം എന്നോട് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഞാനത് ആഗ്രഹിക്കാൻ കാരണം, എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നെ വിളിച്ചതൊരു വലിയ, എന്നോട് കാണിച്ച കാരുണ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നോട് കാണിച്ച കാരുണ്യമായിട്ട്. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ മിഷനറി വേല തിരഞ്ഞെടുത്തതാണ്. ഐ ചോസ് ഇറ്റ്. നമ്മളൊരു കാര്യം ചൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ബെസ്റ്റായിട്ടുള്ളതാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, ഇല്ലേ?
ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ജേർണലിസം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവസന്നിധിയിലിരുന്ന് ആലോചിച്ചു. എനിക്ക് പോസിബിലിറ്റീസ് ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല ഞാൻ സുവിശേഷ വേല തിരഞ്ഞെടുത്തത്. ദൈവം എന്നോട് കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ടാണ്. എനിക്കന്ന് ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു, ഒത്തിരി പോസിബിലിറ്റീസ്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പോസിബിലിറ്റീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതൽ. പത്രത്തിലാണെങ്കിൽ പത്രത്തിൽ, ജോലിയിലാണെങ്കിൽ അതിന് എൻ്റെ സഹോദരൻ അന്ന് UAE കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്ററുടെ ക്ലോസ് അസോസിയേറ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ സുവിശേഷ വേലയല്ല, അല്ലെങ്കിൽ പത്രത്തിൽ കയറണമെങ്കിൽ പത്രത്തിൽ കയറാം. ഞാൻ ജേർണലിസം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഞാൻ, എൻ്റെ സഹോദരൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വരുന്നെങ്കിൽ നീ പറയണം, ഞാൻ നിനക്ക് നല്ലൊരു പൊസിഷനിൽ നിന്നെ ആക്കാൻ എനിക്ക് പറ്റും. അതിന് അദ്ദേഹത്തിന് കഴിവുണ്ടെന്ന്. അല്ലെങ്കിൽ പത്രമാണ് നിൻ്റെ തലയ്ക്ക് വിളിച്ചെങ്കിൽ നീ പത്രത്തിൽ കയറണം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിത് രണ്ടുമല്ല, എനിക്ക് സുവിശേഷ വേല ചെയ്താൽ മതി. അത് ഞാൻ ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ്? രണ്ട് കാര്യം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴാണല്ലോ നമ്മൾ ഒന്ന് ചൂസ് ചെയ്യുന്നത്. അത് ഏറ്റവും ബെസ്റ്റല്ല നമ്മൾ ചൂസ് ചെയ്യത്തുള്ളൂ. നമ്മൾ ഞാനിത് ചൂസ് ചെയ്തതാണ്. അന്ന് അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആകാനായിട്ട് ഏകദേശം ഉറച്ചിരിക്കുന്നതായ സമയത്തായി പത്രക്കാരൻ്റെ അടുത്ത് വന്നത്. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, അബ്ദുൽ കലാം ആസാദിന് പകരം എന്നെ ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആക്കണം എന്നവരാഗ്രഹിക്കുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ പറയും, ഐ എം സോറി, ഐ കനോട്ട് ഗോ ഫോർ എ ലെസർ ജോബ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആകുന്നതിനേക്കാൾ വലുതാണ് സുവിശേഷ വേല ചെയ്യുന്നത്. അതൊരു ലെസർ ജോബാണ്. അത് മോശമാണെന്നല്ല, ഏത് ജോലിയും അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട്. അതെല്ലാം ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ ദൈവം അവരെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് അവരാവുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ ഏത് ജോലി ചെയ്താലും അത് ദൈവം നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ്. അതിന് മുകളിലോട്ടൊന്നും നിങ്ങൾ നോക്കണ്ട, മുകളിലോട്ടൊന്നും നിങ്ങൾ ചിന്തിക്കുന്നതിലേക്ക് നോക്കണ്ട. കാര്യം പെർഫെക്റ്റായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് എപ്പോഴും ചെയ്യുന്നത് പെർഫെക്റ്റായിട്ടായിരിക്കും. നിങ്ങളൊരു നേഴ്സാണെങ്കിൽ, നിങ്ങളൊരു ടീച്ചറാണെങ്കിൽ, നിങ്ങളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ കർത്താവ് നിങ്ങളെ അവിടെ ആക്കിയിരിക്കുന്നെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചോ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് യുവർ മിനിസ്ട്രി എന്ന് ചോദിച്ചാൽ, ഞാൻ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് പറയാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. വി വിൽ നോട്ട് ലൂസ് ഹാർട്ട്, ഫോർ ഗാഡ് ഹാസ് ഗിവൺ അസ് ദിസ് മിനിസ്ട്രി. അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. കരുണ ലഭിച്ചിട്ട്, കർത്താവിൻ്റെ കരുണയാണ്. ഞാൻ ആഫ്രിക്കയിൽ പോയത് ഞാൻ ദൈവത്തിന് ചെയ്ത ഒരു ഫേവർ അല്ല. ഞാൻ ആഫ്രിക്കയിൽ പോയത് കർത്താവ് എന്നോട് ചെയ്ത ഒരു ഫേവറാണ്, എന്നോട് ചെയ്ത ഫേവറാണ്. അതുപോലെയാണ് ഏത് കാര്യത്തിലും, എന്ത് കാര്യത്തിലും കർത്താവ് നമ്മളോട് കാണിക്കുന്ന കാരുണ്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി പണം കൊടുക്കുന്നു, അതിനും ആരും വലിയ അഹങ്കാരമൊന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും കൊടുത്തു എന്നൊക്കെ. നമുക്കൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ പശ്ചാത്തലത്തിൽ പൈസ കൊടുക്കുന്നത് ഇങ്ങനെയാണ്, കൊടുക്കുന്നവൻ്റെ കൈ മുകളിലും വാങ്ങിക്കുന്നവൻ്റെ കൈ താഴെ. പക്ഷേ അപ്പോൾ അത് നമ്മുടെ മനോഭാവം അതാ, കൊടുക്കുന്നവൻ വലിയവനും വാങ്ങിക്കുന്നവൻ ചെറിയവനും. അതിപ്പോൾ സുവിശേഷ വേല മാത്രമല്ല, ഏത് കാര്യത്തിലാണെങ്കിലും. എന്നാൽ ദൈവത്തിന് കൊടുക്കുന്നത് ഇങ്ങനെ മോളിൽ നിന്ന് ഇട്ട് കൊടുക്കുകയല്ല. സ്വത്രാഴ്ച വരുമ്പോൾ നിങ്ങൾ മോളിൽ നിന്ന് ഇട്ടു, അതിനല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് അർപ്പിക്കുകയാണ്. എല്ലാം കൂടെ ദൈവത്തിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുചെന്നിട്ട് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ അത് മോളിൽ നിന്ന് എടുക്കും. അപ്പോൾ ദൈവത്തിൻ്റെ കൈ മോളിലും എൻ്റെ കൈ താഴെയുമാണ്. ഞാൻ കൊടുക്കുന്നത് ദൈവം എന്നോട്, അത് ദൈവം വാങ്ങിക്കുമ്പോൾ ദൈവം എന്നോട് കാണിക്കുന്ന കാരുണ്യമാണ്. ഞാൻ സുവിശേഷ വേല ചെയ്യുമ്പോൾ ദൈവം എന്നോട് കാണിക്കുന്ന കാരുണ്യമാണ്. നിങ്ങളൊരു ജോലി ചെയ്താൽ ആ ജോലി ദൈവം, ഞാൻ അത്രയും പഠിച്ചതുകൊണ്ട്, ഞാൻ അങ്ങനെ ആരുന്നതുകൊണ്ട് എന്നൊന്നും പറയരുത്. ഇത് ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവം എനിക്ക് ഈ ജോലി തന്നത്. ദൈവത്തിൻ്റെ കരുണയിലുള്ള ആശ്രയം എപ്പോഴും ഉണ്ടായിരിക്കണം.
ഈ പുതിയ വർഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം അതാണ്. ഇത്രയും വർഷങ്ങൾ കർത്താവ് എന്നെ നടത്തിയത്, ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചും എനിക്ക് പുകഴാനില്ല. എല്ലാം ദൈവം ചെയ്ത കാരുണ്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്ത കാരുണ്യമാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാതെ, ആരാ പറയുന്നത്? പൗലോസ്. വി ഡിഡ് നോട്ട് ലൂസ് ഹാർട്ട് ഫോർ വി ഹാവ് ദിസ് മിനിസ്ട്രി, ഗോഡ് ഹാസ് ഗിവൺ അസ് ദിസ് മിനിസ്ട്രി. ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നതുകൊണ്ട് ഞങ്ങളുടെ ഹൃദയം തകർന്നു പോകുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയം തകർന്നു പോകുമായിരുന്നെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഹൃദയം തകർന്നു പോകുമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ ശുശ്രൂഷ ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കിട്ടിയില്ലായിരുന്നെങ്കിൽ പൗലോസ് ആരാകുമായിരുന്നു? അദ്ദേഹം ഒരു വലിയ കപ്പലുടമയുടെ മകനാണെന്നാണ് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത്. ഹിസ് ഫാദർ വാസ് എ ബിസിനസ് മാൻ ആൻഡ് ഹി വാസ് ഇമ്മൻസ്ലി റിച്ച്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ വളരെ വലിയ ധനിക കുടുംബത്തിൽ വളർന്നതാണ്. ഒരിക്കൽ സഹസ്രാധിപൻ പൗലോസിനോട് ചോദിച്ചു, നീ റോമൻ പൗരനാണോ? എന്നെ പറഞ്ഞു, യെസ്. നിനക്കെങ്ങനെ അത് കിട്ടിയത്? നീ ഒരു സ്ട്രീറ്റ് പ്രീച്ചറല്ലേ? സ്ട്രീറ്റ് പ്രീച്ചറായിട്ട് തെരുവിൽ നിന്ന് പ്രസംഗിക്കുന്നവൻ എങ്ങനെയാണ് റോമൻ പൗരനാകുന്നത്? ഞാൻ റോമൻ പൗരനായത് എന്തുമാത്രം കാശ് കൊടുത്താ ഇത് വാങ്ങിച്ചെന്ന് നിനക്കറിയാമോ? പിന്നെ പൗലോസ് പറഞ്ഞു, നിനക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കണമായിരുന്നു, കാര്യം നീ പുതുപ്പണക്കാരനാ. പക്ഷേ ഞാൻ ജനിച്ചത് റോമൻ പൗരനായിട്ടാണ്. ഞാൻ അങ്ങനെ ജനിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്നാ? എടാ, എൻ്റെ കാശ് ഇന്നും ഇന്നലെയൊന്നും ഉണ്ടായതല്ല, പൈതൃകമായി എനിക്ക് കിട്ടിയ അമിത ധനികനാണ് ഞാൻ. പക്ഷേ ഞാൻ റോമൻ പൗരനാണെന്നുള്ളതിനകത്തുള്ള അഭിമാനമല്ല. അതുകൊണ്ട് ശുശ്രൂഷ ഉണ്ടാകയാൽ, കർത്താവ് എനിക്ക് ശുശ്രൂഷ തന്നതുകൊണ്ട് എൻ്റെ ഹൃദയം തകർന്നു പോകുന്നില്ല. അത്ര ധനികനായ വ്യക്തി ഒരു പക്ഷേ അവൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു മൾട്ടി മില്യനെയർ, ഒരു ബിസിനസ്സുകാരനായിരുന്നു ഇനി. അതല്ലെങ്കിൽ അവൻ ആ കാലയളവിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുണ്ടായിരുന്ന വ്യക്തിയാണ്, ഭയങ്കര അറിവുള്ള വ്യക്തി. രാജാവ് പറയുന്ന ഒരു വാചകമുണ്ട്, പൗലോസെ, വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാക്കന്മാർക്ക് പോലും അത്ഭുതമായിരുന്നു അവൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, അവൻ്റെ വിദ്യയുടെ കാര്യത്തിൽ. അത്രയ്ക്കും അറിവുള്ള വ്യക്തി. അവൻ വല്ല സോക്രട്ടീസൊക്കെ ആകേണ്ടതായിരുന്നു, മറ്റൊരു സോക്രട്ടീസ് ആകേണ്ട ആളായിരുന്നു. അപ്പോൾ പൗലോസ് പറയുന്നതെന്നറിയാമോ? കർത്താവേ, നീ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പം വല്ല ബിൽഗേറ്റ്സോ അതുപോലൊക്കെ ആയിപ്പോയേനെ, അതല്ലെങ്കിൽ വല്ല സോക്രട്ടീസും ആയിപ്പോയേനെ. എന്നാൽ അതൊന്നും ആകാതെ നീ എന്നെ നിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ശുശ്രൂഷയുടെ കാര്യം പോട്ടെ, നമുക്ക് ദൈവം നിത്യത തന്നില്ലേ? ശുശ്രൂഷയേക്കാൾ വലുതാ നിത്യത. അതുകൊണ്ട് നമ്മൾ നന്ദി പറയേണ്ട, ഏത് വ്യക്തിയും നന്ദി പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? കർത്താവേ, നീ എനിക്ക് നിത്യത തന്നതോടത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഹൃദയം തകർന്നു പോകുമായിരുന്നു. നമ്മൾ ചെയ്യുന്ന ജോലിയല്ല വലുത്, പക്ഷേ കർത്താവ് എന്നെ നിത്യതയ്ക്കായിട്ട് വിളിച്ചിരിക്കുന്നു. നിത്യതയെക്കുറിച്ചുള്ള ഒരുക്കം. ഞാൻ ഈ പുതിയ വർഷത്തിൽ പ്രവേശിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതാ, എന്നെ ദൈവം നിത്യതയ്ക്ക് ഒരുക്കിയിരിക്കുന്നു. നിത്യതയ്ക്ക്. എൻ്റെ ബന്ധുക്കളും മറ്റു പലരും ഇന്നും പാപത്തിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം എനിക്ക് നിത്യതയെ നൽകി എന്നെ വിളിച്ചു വേർതിരിച്ചതോർത്ത് ഞാൻ കർത്താവിന് നന്ദി കരയേറ്റുന്നു. അല്ലെങ്കിൽ എൻ്റെ ഹൃദയം തകർന്നു പോകുമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിനുവേണ്ടി എപ്പോഴും നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനാണ് നന്ദി പറയേണ്ടത്. അല്ലാതെ ചില കാശ് കിട്ടുന്നതിനോ ഒരു പുതിയ കാറ് കിട്ടുന്നതിനൊന്നും അല്ല നന്ദി പറയേണ്ടത്. നന്ദി പറയേണ്ടത്, കർത്താവ് എനിക്ക് നിത്യതയുടെ പ്രകാശനം നൽകിയിരിക്കുന്നു. അതോർത്ത് നമുക്ക് നന്ദി പറയേണ്ടത് അത്യാവശ്യമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും സഭയുടെ അഥവാ ദൈവജനത്തിൻ്റെ ഒരുക്കവും എന്ന വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവും തമ്മിലുള്ള വ്യത്യാസമാണ്. കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങി.
കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് ഭൂമിയിലേക്ക് കർത്താവ് വന്നു. എന്തിനാണ് കർത്താവ് വന്നത്? വെറുതെ അങ്ങ് വന്നതല്ല, യാദൃച്ഛികമായിട്ട് വന്നതല്ല. നമ്മളൊക്കെ ഭൂമിയിൽ ജനിച്ചത് നേരത്തെ എന്തെങ്കിലും തീരുമാനമെടുത്തൊന്നും അല്ലല്ലോ. പക്ഷേ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് ഒരു വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടെയാണ്. എന്തിനാണ്? നമുക്ക് നിത്യജീവനെ നൽകുവാൻ വേണ്ടി തന്നെ മറുവിലയായി. അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 20-28 വാക്യത്തിൽ, മർക്കോസിൻ്റെ 10:45 ഒക്കെ നമ്മൾ വായിക്കുന്നത്. മറുവിലയായി മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ, മരിക്കാൻ വന്നവനാണ് യേശു. ഭൂമിയിൽ എല്ലാവരും വരുന്നത് ജീവിക്കാനാണ്, പക്ഷേ യേശു വന്നത് മരിക്കാനാണ്. അതാണ് നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എല്ലായിടത്തും ആടുകളെ ഇടയൻ കൊല്ലുമ്പോൾ ആളുകൾക്ക് വേണ്ടി മരിക്കുന്ന ഇടയനാണ് യേശു കർത്താവ്. നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. എനിക്ക് പകരമായിട്ട് ജീവനെ തരാനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. കാരണം അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനുള്ള മാർഗം. അപ്പോൾ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് മരിക്കാൻ വേണ്ടി വന്നതാണ്. മരിച്ചതെന്തിനു വേണ്ടിയാണ്? എനിക്ക് നിത്യജീവനെ നൽകുവാൻ. അപ്പോൾ യേശുവിൻ്റെ വരവിൻ്റെ ലക്ഷ്യം തന്നെ, അതായത് യേശു ഭൂമിയിലേക്ക് ബത്ലഹേമിൽ ജനിക്കുന്ന നിമിഷം മുതൽ അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന, നമ്മൾക്ക് പറയുന്നത് അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നൊക്കെ പറയുമ്പോൾ, യേശുവിൻ്റെ മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം എന്താണ്? അത് ക്രൂശാണ്, കാൽവറിയാണ്. അവനെന്നെ ഭരമേൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ എന്ന് കർത്താവ് പറയുന്നുണ്ട്. പിതാവ് ഭരമേൽപ്പിച്ച ജോലി മറ്റൊന്നുമല്ല, മരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. ക്രൂശ്, കാൽവറി, അത് മുന്നിൽ കണ്ട യേശു ജീവിച്ചത് മുഴുവൻ. അതിനാണ് യേശു ഭൂമിയിലേക്ക് ഒന്നാമത് വന്നത്. യേശു ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗുരു നിത്യചൈതന്യ യതി പറഞ്ഞത്, എല്ലാ ക്രിസ്ത്യാനികളും യേശുവിൻ്റെ ക്രൂശിനെ കുറിച്ച് പറയുന്നു, എന്നാൽ എനിക്ക് വലുത് ക്രൂശല്ല, എനിക്ക് വലുത് യേശുവിൻ്റെ വാക്കുകളാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനതിന് മറുപടി പറഞ്ഞു. യേശുവിൻ്റെ വാക്കുകൾ അതുല്യമാണ്, അതിന് സംശയമൊന്നുമില്ല. യേശു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അതിനും സംശയമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, യേശു മരിച്ചില്ലായിരുന്നെങ്കിൽ യേശുവിൻ്റെ ജീവിത ലക്ഷ്യം വാസ്തവത്തിൽ പ്രയോജനപ്പെടുമായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കാൻ വന്നവനായ യേശു, അവൻ്റെ മരണം, അതിനാണ് യേശു ഭൂമിയിലേക്ക് വന്നത്, നമ്മെ രക്ഷിക്കുവാൻ. എന്തിനാണ് മരിച്ചത്? വെറുതെ അങ്ങ് മരിച്ചതല്ല. ദി ഡെത്ത് ഓഫ് ജീസസ് വാസ് നോട്ട് ആൻ ആക്സിഡൻ്റൽ ഡെത്ത്. യേശുവിൻ്റെ മരണം ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല. ചിലരിപ്പം ഹിന്ദുക്കളൊക്കെ പറയും, ഈ വാസ് എ മാർട്ടിയർ, അവനൊരു രക്തസാക്ഷിയായി ക്രൂശിൽ. അല്ല, യേശുവിൻ്റെ മരണം രക്തസാക്ഷിയായതല്ല. ഇറ്റ് വാസ് നോട്ട് എ മാർട്ടിർഡം, ഇറ്റ് വാസ് നോട്ട് എ നോർമൽ ഡെത്ത്, ഇറ്റ് വാസ് എ പേർപ്പസ്ഫുൾ ഡൈയിങ്. അവൻ മരിച്ചത് ലക്ഷ്യത്തോടു കൂടെയാണ്. ഒരു കാര്യം നേടാനാണ് അവൻ മരിച്ചത്. എന്ത്? മനുഷ്യവർഗത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് യേശു മരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാപികളെ രക്ഷിപ്പാൻ. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ സോ ദാറ്റ് ഹൂസോവർ ബിലീവത്ത് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് വിൽ ഹാവ് ഇറ്റേണൽ ലൈഫ്. അപ്പം മരിച്ചത് എന്തിനാ? ഒരു ലക്ഷ്യത്തോടു കൂടെയാണ് മരിച്ചത്. എന്തിനാ മരിച്ചത്? അവിടെ എഴുതിയിരിക്കുന്നു, കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു,
അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് എനിക്ക് നിത്യജീവൻ തരാൻ വേണ്ടി വന്നതാ. എനിക്ക് നിത്യജീവൻ തരാൻ വേണ്ടി. That was the purpose of the first coming of Jesus Christ. യേശു ക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ലക്ഷ്യം. അതിന് അവൻ മരിക്കേണ്ടി വന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവൻ വന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ ഗോഡ് സോ ലവ്ഡ്, അത്രയ്ക്ക് സ്നേഹിച്ചെന്ന്. മലയാളത്തിൽ അത്രയ്ക്കെന്നുള്ള വാക്കില്ല. ബട്ട് For God so loved the world that he gave his only begotten Son, so that whosoever believeth in him shall not perish, but will have eternal life. നോക്കുക, അത്രയ്ക്ക് സ്നേഹിച്ചു. യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് കാൽവറി ക്രൂശിൽ നമ്മൾ കാണുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ പരാജയമല്ല, യേശുവിൻ്റെ പരാജയമല്ല. ചില പ്രസംഗകരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യങ്ങൾ പറയുന്നത് ദുരുപദേശം പ്രസംഗിക്കുന്ന വിവരദോഷികൾ ഒത്തിരി ഉണ്ട്. ഒരുത്തം പ്രസംഗിച്ച് ഞാൻ കേട്ടതാ, ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമായിരുന്നു എന്നൊക്കെ പ്രസംഗിക്കുന്നവര് പെന്തിക്കോസിലും ഉണ്ട്. നോ, ക്രൂശിൽ മരിച്ച യേശു, ആ ക്രൂശാണ് വിജയം, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ ക്രൂശാണ് യഥാർത്ഥത്തിൽ വിജയം. വേദപുസ്തകം വായിക്കാതെയും പഠിക്കാതെ ഇറങ്ങിയിരിക്കുന്ന കുറേ എണ്ണമുണ്ട്. അതാ ഈ പ്രശ്നം. വേദപുസ്തകന്മാർ വായിക്കത്ത് പോലുമില്ല. അതാണ് നമ്മുടെ ക്രൂശിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രജന്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഈ പ്രസംഗിക്കുന്നവനൊക്കെ ഇതൊന്നും വായിച്ചിട്ടില്ലേ? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. പ്രസംഗിക്കുന്നവരെന്താ ഇതൊക്കെ വായിക്കാത്തത്? പ്രസംഗിക്കുന്നവൻ വായിച്ചിട്ടില്ലെങ്കിൽ കേട്ടിരിക്കുന്ന നിങ്ങളെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ പറയണം. എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾ പറയുന്നത് പോലല്ല. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ മരിച്ച യേശു ഒരു പരാജയമായിരുന്നു എന്ന് പ്രസംഗിച്ച ഒരു പോപ്പുലർ പ്രീച്ചറുണ്ട്. ഇതുപോലുള്ള ദുരുപദേശങ്ങൾ, ഞാൻ ഈ പ്രസംഗത്തിനിടയ്ക്ക് ഇതൊക്കെ പറയുന്നതിനറിയാമോ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ദുരുപദേശമാണെന്ന്. അവരെത്ര ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ അവർ ഫേമസ് ആയിരിക്കും. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവരുടെ കൂട്ടത്തിൽ ആളുമുണ്ട്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു, അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കയ്യെഴുത്തും മായിച്ച് ക്രൂശിൽ തറച്ച് അവരുടെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അപ്പോൾ ക്രൂശ് ഒരു പരാജയമല്ല, ക്രൂശ് ജയോത്സവമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നത് തന്നെ ക്രൂശിക്കപ്പെടുവാൻ വേണ്ടിയാണ്. ആ ക്രൂശ് പരാജയമല്ല, അതായിരുന്നു അവൻ്റെ വിജയം. അവൻ ഉയിർത്തെഴുന്നേറ്റു എന്നുള്ളത് നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യമാണ്. അവൻ ഉയിർത്തെഴുന്നേറ്റു. പക്ഷെ ഉയിർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. കാര്യം അവൻ ഉയിർത്തെഴുന്നേറ്റപ്പോഴല്ല, അവൻ കാൽവറി ക്രൂശിൽ മരിച്ചപ്പോൾ തന്നെ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളുടെ പരിഹാരം സംഭവിച്ചു കഴിഞ്ഞു. യു സീ ദ ഡിഫറൻസ്. അവൻ ക്രൂശിൽ മരിച്ചപ്പോൾ, കാര്യം അവൻ എനിക്ക് പകരമായിട്ടാണ് മരിച്ചത്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് അവൻ മരിച്ചു. എൻ്റെ പാപങ്ങളുടെ മോചനം സംഭവിക്കുന്നത് ക്രൂശിൽ. എന്നാൽ ക്രൂശിൽ അവൻ ഒടുങ്ങിപ്പോയില്ല. അവൻ എന്ത് ചെയ്തു? ഉയിർത്തെഴുന്നേറ്റു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നത് മരിക്കാനാണ്, വെറുതെ അങ്ങ് മരിച്ചേച്ച് പോകാനല്ല. മരിച്ചത് എന്തിനാണ്?
തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ നൽകേണ്ടതിന് വേണ്ടിയാണ് യേശു കാൽവറി ക്രൂശിൽ മരിച്ചത്. അതൊരു ജയോത്സവമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 1 തീമോഥെയോസ് അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു, മറുവിലയായി കൊടുപ്പാൻ എന്ന് യേശു പറഞ്ഞു. എന്നാൽ പൗലോസ് പറയുകയാണ്, ക്രിസ്തുയേശു വന്നത് എന്തിനാണ്? പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. അതെല്ലാവർക്കും വേണ്ട വചനമാണ്. ബാക്കിയുള്ളതൊക്കെ ചിലർക്കായിരിക്കും വേണ്ടത്. ഇവ യേശു രോഗികളെ സൗഖ്യമാക്കുവാൻ ഭൂമിയിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ രോഗസൗഖ്യം വേണ്ടുന്നവർക്ക് മതിയല്ലോ. രോഗി അല്ലെങ്കിൽ പിന്നെ അതിന് വലിയ അത്യാവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത്, ഞാൻ രോഗസൗഖ്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, രോഗസൗഖ്യം അനുഭവിച്ചിട്ടുള്ള ആളാണ്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. പ്രാർത്ഥിച്ച ആളുകളുടെ രോഗമൊക്കെ സൗഖ്യമാകുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുമുണ്ട്. ഈ ക്രൂസൈഡിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതങ്ങൾ മിഷൻ ഫീൽഡിൽ നടക്കുന്നുണ്ട്. പിന്നെ അവരാരും ഇതൊന്നും കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ രോഗസൗഖ്യം ഉള്ളതാണ്. പക്ഷേ ക്രിസ്തുയേശു രോഗികളെ സൗഖ്യമാക്കുവാൻ ഭൂമിയിൽ വന്നത് എല്ലാവരും അംഗീകരിക്കണമെന്നില്ല. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഗികളല്ലാത്തവരുണ്ടല്ലോ. ഞാൻ മൊസാംബിക്കിലാണ് ഞാൻ ആദ്യം പോകുന്നത്. അതിനുശേഷം ടാൻസാനിയയിൽ വന്ന് അവിടെ ഒരു ചർച്ചിൽ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ പീറ്റർ ബുസേന എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവനന്ന് അവിടെ ബിസിനസ് മാനേജ്മെൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഞായറാഴ്ചകളിൽ ഞാനവിടെ സഭായോഗത്തിന് പോകുമ്പോൾ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പീറ്റർ അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വെള്ളക്കാരി പെൺകുട്ടിയോട് പറഞ്ഞു, നീ ഈ ഞായറാഴ്ച സഭയിൽ വാ, ചർച്ചിൽ വാ, ഒരു ഇന്ത്യക്കാരനാണ് പ്രസംഗിക്കുന്നത്, അയാൾ ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ സ്വാഹിലിയാണ് അവിടെ പൊതുവേ ഉള്ളത്. ഉടനെ പെങ്കൊച്ചി തിരിച്ച് ചോദിച്ചൊരു ചോദ്യം, ചർച്ച്, വൈ ഷുഡ് ഐ കം ടു ദ ചർച്ച്? ഐ എം നോട്ട് സിക്ക്. ഞാനെന്തിനാ പള്ളി വരുന്നത്? എനിക്ക് രോഗമൊന്നുമില്ലല്ലോ. കാര്യം അവൾ ചിന്തിച്ചത് രോഗികളാണ്. അപ്പോൾ എന്നും കേൾക്കുന്നതല്ലേ, രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ, രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ, ഇതേ ഇവർ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അവൾ ചിന്തിച്ചു ഇവിടെ വരുന്നവരെല്ലാം രോഗികളാണ്, രോഗസൗഖ്യത്തിന് വേണ്ടി. അവൾ ചോദിക്കും, ഞാനെന്തിനാ പള്ളി വരുന്നത്? കാര്യം എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം അല്ല. രോഗസൗഖ്യമുണ്ട്. ഇനി ബാക്കിയുള്ള എന്ത് കാര്യം പറഞ്ഞാലും അതിനെല്ലാം കർത്താവ് നിന്നെ ധനികനാക്കാനായിട്ട് ഭൂമിയിലേക്ക് വന്നു. അതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ പ്രസംഗം. നമ്മൾ സുവിശേഷം പറയാൻ പോവാണെന്ന് വെച്ചു, ധനികനാക്കുവാൻ വേണ്ടി വന്നു. ഞാനിപ്പോൾ അനിൽ അംബാനിയുടെ അടുത്ത് ചെന്നിട്ട് പറയാണ്, നിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ, നിന്നെ സമ്പന്നനാക്കുവാൻ യേശു ഭൂമിയിൽ വന്നു. അത് നിനക്കെങ്ങനെ അറിയാം? ഞാനൊരു ദരിദ്രനായിരുന്നു, എന്നാൽ കർത്താവ് എന്നെ സമ്പന്നനാക്കി, അതുകൊണ്ട് നിന്നെയും ദൈവം സമ്പന്നനാക്കും എന്ന് ഞാൻ പറയുകയാണെന്ന് വെച്ചു. അവൻ ചോദിക്കും, നിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്? എൻ്റെ 10 ലക്ഷം രൂപയുണ്ട്. അവൻ പറഞ്ഞു, എനിക്ക് ഒരു ദിവസം 100 ലക്ഷം കിട്ടുന്നുണ്ട്. അയാളോട് സുവിശേഷം പറയാൻ ഈ കാശിൻ്റെ കാര്യം പറഞ്ഞോളി എന്നാൽ പറ്റുമോ? ഈ പാവങ്ങളെയൊക്കെ കളിപ്പിക്കാമെന്നുള്ളതല്ലാതെ എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം ഏതാണെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത്. കാര്യം എല്ലാവരും പാപികളാണ്. അനിൽ അംബാനിയും പാപിയാണ്, ഞാനും പാപിയാണ്, എല്ലാവരും പാപികളാണ്. എല്ലാവർക്കും യേശുവിനെ വേണം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നെന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞത് ഇതാണ്, കർത്താവ് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറയുന്നതാണ്. അതാണ് അവൻ്റെ ഒന്നാമത്തെ വരവിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനുവേണ്ടിയാണ് അവൻ കാൽവറി ക്രൂശിൽ മരിച്ചത്. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി. നേരത്തെ നമ്മൾ ആദാമിൻ്റെ മക്കളായിരുന്നു, ഇപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി. അത് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? യേശു കർത്താവ് ഒന്നാമത് വന്ന് അതുകൊണ്ടാണ് എന്നെ ദൈവത്തിൻ്റെ മകനാക്കി. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നതായ ഒരു കാര്യം, അതിൻ്റെ 12ഉം 13ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്ന കാര്യം യോഹന്നാൻ 1:12-13, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും
ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എന്നെ ദൈവത്തിൽ നിന്ന് ജനിപ്പിക്കാൻ, അതാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബീയിങ് ബോൺ അഗെയിൻ. ഇതൊന്നും വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് സാധാരണക്കാർക്കൊന്നും, പണ്ടത്തെ അപ്പച്ചന്മാർ ഉപദേശിമാർ ഇതൊക്കെയാണ് പ്രസംഗിച്ചത്. അവർ വന്നിട്ട് നിന്നെ സമ്പന്നനാക്കും, അതാക്കും, ഇതാക്കും എന്നൊന്നും അങ്ങനെയൊന്നുമല്ല അവർ പ്രസംഗിച്ചത്. ഞാൻ അവരുടെയൊക്കെ പ്രസംഗം കേട്ടിട്ടുണ്ട്. അവർ പ്രസംഗിച്ചത് നിന്നെ ദൈവ മകനാക്കുവാൻ. എങ്ങനെ മകനാകുന്നത്? അവനെ കൈക്കൊണ്ട്, റിസീവ് ജീസസ് ഇൻസൈഡ്. അല്ലാതെ വെറുതെ കൈവക്കിയ ഉടനെ ദൈവത്തിൻ്റെ മകനാകത്തൊന്നുമില്ല. ദൈവത്തിൻ്റെ മകനാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് യേശു കയറി ജീവിക്കണം. അപ്പോഴാണ് ഞാൻ ദൈവത്തിൻ്റെ പൈതലാകുന്നത്. അതിന്ന് പഠിപ്പിക്കുന്നില്ല. അതിന്ന് പഠിപ്പിക്കാത്തത് കൊണ്ട് മാക്സിമം അതും ഇപ്പം ഇല്ല. പണ്ടൊക്കെ ഞാൻ ഡി എൽ മൂഡിയുടെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഡി എൽ മൂഡിയെക്കുറിച്ച്. ഡി എൽ മൂഡി he was a man who was winning many souls. അതൊന്നും അദ്ദേഹം ആൾക്കാരോട് അങ്ങനെ പറഞ്ഞിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം ഒരു ലണ്ടൻ ക്യാമ്പയിൻ, ലണ്ടനിൽ ചില നാളുകൾ 1.5 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിൻ നടത്തി. അപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു, ലണ്ടൻ ക്യാമ്പയിനിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടു? അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശരിക്കും അറിയത്തില്ല, എനിക്കറിയേണ്ട കാര്യമില്ല, കാരണം ജീവൻ്റെ പുസ്തകം എൻ്റെ കയ്യിലല്ലല്ലോ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രാഫർ പറഞ്ഞത്, ഞാൻ ഡി എൻ മോളിയുടെ പുസ്തകം എഴുതാൻ അദ്ദേഹത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രാഫർ പറഞ്ഞത്, ഹി ഡീപോപ്പുലേറ്റഡ് ഹെൽ ബൈ 2 million എന്നാണ്. 20 ലക്ഷം പേരെ അദ്ദേഹം ഡീപോപ്പുലേറ്റഡ് ഹെല്ലിൽ നിന്ന്, നരകത്തിൽ നിന്ന് രക്ഷിച്ചെന്ന്. അത്രയ്ക്കും സുവിശേഷത്തിൻ്റെ വ്യാപ്തി ലാക്കാക്കി പ്രവർത്തിച്ച ദൈവം ഉപയോഗിച്ച മനുഷ്യനാണ് ഡി എൽ മൂഡി. ആ ഡി എൽ മൂഡിയുടെ മീറ്റിങ്ങിന് ഒരാൾക്ക് രക്ഷിക്കപ്പെടണമെങ്കിൽ വലിയൊരു പ്രയാസമാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന, സുവിശേഷം പ്രസംഗിച്ചതിന് ശേഷം പറയും രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. എഴുന്നേറ്റ് നിന്ന് കഴിയുമ്പോൾ ഓരോ വോളണ്ടിയേഴ്സ് ഓരോരുത്തരുടെയും അടുത്ത് ചെന്നിട്ട് അവരെയും കൊണ്ട് ഇൻക്വയറി റൂമിലേക്ക് കൊണ്ടുപോകും. അവിടെ രക്ഷിക്കപ്പെടുന്നവൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ വേർപെട്ട വിശുദ്ധ ജീവിതം ജീവിക്കണമെന്ന് പഠിപ്പിക്കും. എങ്ങനെ യേശുവിനെ കർത്താവാക്കണമെന്ന് പറഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെയുള്ളവർക്കാണ് കർത്താവിനെ സ്വീകരിക്കുവാൻ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്നൊന്നും പറ്റുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവൻ വന്നാൽ മതിയെന്നായിരുന്നു ഡി എൽ മൂഡിയുടെ ചിന്ത. അവൻ മനസ്സിലാക്കാതല്ല രക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ അങ്ങനെ രക്ഷിക്കപ്പെടുന്ന ആളുകൾ ജെനുവിനായിരിക്കും. പിന്നെ വന്ന് നമ്മൾ, എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാനും കേട്ടിട്ടുണ്ട്, കൺവെൻഷനൊക്കെ പ്രസംഗിക്കുമ്പോഴത്തേക്ക് യേശുവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ എഴുന്നേറ്റ് നിന്നാട്ടെ. അവരെഴുന്നേറ്റ് നിന്നു. അവർ മുന്നോട്ട് വരാം. മുന്നോട്ട് വന്നു കഴിഞ്ഞ് ഓരോ വ്യക്തിയുടെയും അടുത്ത് പ്രസംഗകൻ ചെന്നിട്ട് വീണ്ടും ചോദിക്കും, നീ യേശുവിനെ സ്വീകരിക്കുന്നുവോ? അങ്ങനെയെങ്കിൽ ഏറ്റുപറയുക എന്ന് പറഞ്ഞ്, കർത്താവെ ഞാനൊരു പാപിയാണ്, അവൻ ഏറ്റുപറഞ്ഞ് അങ്ങനെ ആണ് രക്ഷിക്കപ്പെടുന്ന കാര്യം നടന്നുകൊണ്ടിരുന്നത് എൻ്റെ ചെറിയ പ്രായത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളിങ്ങനെ മുന്നോട്ടൊക്കെ വരാനായിട്ട് അവർക്ക് ചില പ്രയാസമൊക്കെ ഉണ്ടായപ്പം പ്രസംഗകർ തന്നെ കണ്ടുപിടിച്ചു. കാര്യം ഇത്ര പേര് രക്ഷിക്കപ്പെട്ടെന്നൊക്കെ എന്തുവാ റിപ്പോർട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തെന്നറിയാമോ? ഇന്ന് യേശുവിനെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അതാത് സ്ഥലങ്ങളിൽ ഇരുന്ന് അവരുടെ കരങ്ങളെ ഉയർത്തിയാട്ടെ. അപ്പോൾ ആൾക്കാർ ചെവിയൊറിയാനായിരിക്കും ചിലപ്പോൾ കൈ പൊക്കിക്കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. ഈ കാര്യങ്ങളിങ്ങനെ കുറഞ്ഞു വരിക. പിന്നെ കൈവക്കാൻ പോലും പറഞ്ഞില്ല, ഇപ്പോഴേ ടിക്കിട്ടാൽ മതി. ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു പറഞ്ഞ് ടിക്കിട്ട് കഴിഞ്ഞാൽ അവൻ രക്ഷിക്കപ്പെട്ടു. ടിക്കിടുന്നവൻ എല്ലാം രക്ഷിക്കപ്പെട്ടു. ഞങ്ങളുടെ ആഫ്രിക്കയിൽ ഈയിടെ ഒരു ക്രൂസൈഡ് നടന്നു. ക്രൂസൈഡ് നടന്നപ്പോൾ വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് പറയണമല്ലോ ഇത്ര പേര് രക്ഷിക്കപ്പെട്ടെന്ന്. അതിനെന്നാ ചെയ്തെന്നറിയാമോ? എല്ലാവർക്കും ഡിസിഷൻ കാർഡ് കൊടുത്തിട്ട് ഇവിടെ അനൗൺസ് ചെയ്തു, ഇതിൽ യേശുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി ടിക്കിടുന്ന എല്ലാവർക്കും ഓരോ പുസ്തകം ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണെന്ന്. അപ്പം പിന്നെ എല്ലാവരും ടിക്കിട്ടു. അവരുടെ മാഗസീനിൽ അതിൻ്റെ റിപ്പോർട്ടും വന്നു എത്ര പേര് രക്ഷിക്കപ്പെട്ടെന്നുള്ളത്. ഇങ്ങനത്തെ ഒത്തിരി ഗിമ്മിക്സൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ദൈവ മകനാകുവാൻ ചില്ലറക്കാര്യം ചെയ്താൽ പോരാ,
യേശുവിനെ ഉള്ളിൽ കയറ്റി ഇരുത്തി അവൻ എൻ്റെ രാജാവാകണം. യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്, രാജാവാക്കുന്നവനാണ്. എൻ്റെ ഭരണം യേശുവിന് കൊടുത്താൽ മാത്രമേ ഞാൻ രക്ഷിക്കപ്പെടത്തുള്ളൂ. അല്ലാതെ കൈപൊക്കിയ ഉടനെ ഒന്നും രക്ഷിക്കപ്പെടത്തില്ല, അവൻ ദൈവ പൈതലാകത്തില്ല. പക്ഷേ കർത്താവ് വന്നതെന്തിനാ? എന്നെ ദൈവ പൈതലാക്കുവാനാണ്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. സ്വാഭാവികമായി മനുഷ്യൻ ആദമിൽ നിന്ന് ജനിച്ചവനാണ്. എന്നാൽ ഒരുവൻ യേശുവിനെ ഉള്ളിൽ കയറ്റി ഇരുത്തി ഭരണം അവനെ ഏൽപ്പിക്കുമ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാകുന്നു. ഇതാണ് വീണ്ടും ജനനം, ഇതാണ് പുതുജനനം. ഇത് മാത്രമേ ഉള്ളൂ സ്വർഗത്തിൽ പോകാനുള്ള മാർഗം. നിക്കോദിമോസിനോട് കർത്താവ് പറയുന്ന കാര്യം അതാണ്. ഇഫ് യു ആർ നോട്ട് ബോൺ എഗെയിൻ ഓർ ബോൺ എ ന്യൂ, പുതുതായി ജനിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അവന് പരീശനാണ്, അവന് നല്ല ആത്മീയനായി, നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മീയനായി ജീവിക്കുന്ന ഒരു നല്ല റിലീജിയസ് ആയിട്ടുള്ള ആളാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ കർത്താവ് പറഞ്ഞു അതുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോകത്തില്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭരണം യേശുവിനെ ഏൽപ്പിക്കണം. ഭരണം യേശുവിനെ ഏൽപ്പിച്ച് ദൈവ പൈതലാകുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നത് യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് കൊണ്ടാണ്. അപ്പോൾ അവിടുന്ന് വന്നത് നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കാനാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. എന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാക്കാനാണ് യേശു ഒന്നാമത് വന്നത്. അവൻ്റെ മകനാക്കാനാണ്. ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ്. അതിനുവേണ്ടിയാണ് യേശു ഒന്നാമത് ഭൂമിയിൽ വന്നത്, ദൈവത്തെ പിതാവാക്കാൻ. അതേപോലെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുമ്പോൾ യേശു ഒന്നാമത് വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ അവൻ്റെ മണവാട്ടിയാക്കാനാണ്, എന്നെ അവൻ്റെ മകനാക്കാനാണ്. അതേപോലെ എന്നെ അവൻ്റെ മണവാട്ടിയാക്കാനാണ് യേശു ഒന്നാമത് വന്നത്, മണവാട്ടിയാക്കാൻ. യേശുവിനെ യോഹന്നാൻ തന്നെ പറയുന്നത് അവൻ മണവാളനാണ് എന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ യോഹന്നാൻ പറയാണ്, ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്ര എന്ന് പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. നോക്കുക, ഈ യോഹന്നാൻ പറയാണ്, ഞാനല്ല മണവാളൻ, യേശുവാണ് മണവാളൻ. അവൻ വന്നത് മണവാളനായിട്ടാണ്. എന്നെ അവൻ്റെ മകനാക്കി, എന്നെ അവൻ്റെ മണവാട്ടിയാക്കി എന്നുള്ളതാണ്. 2 കൊരിന്ത്യരുടെ ലേഖനത്തിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. 2-ാമത്തെ വാക്യത്തിൽ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നെ മണവാട്ടിയാക്കാനാണ് യേശു ഒന്നാമത് വന്നത്. എന്നെ മകനാക്കാനാണ്, മണവാട്ടിയാക്കാനാണ്, എന്നെ രക്ഷിക്കുവാനാണ്, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാനാണ്, വീണ്ടെടുത്ത് ദൈവ പൈതലാക്കി അവൻ്റെ മണവാട്ടിയാക്കാനാണ്. ഇതെല്ലാം ഒന്നാമത്തെ വരവിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് ചില്ലറക്കാര്യമൊന്നുമല്ല. നമ്മൾ ഇന്ന് എന്താണോ അത് നമ്മളായത് അവിടുന്ന് ഒന്നാമത് വന്നതുകൊണ്ടാണ്. യേശു ഒന്നാമത് വന്നതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ് ഇനി ആരെയും മണവാട്ടിയാക്കാനല്ല, മകനാക്കാനുമല്ല, ഒന്നുമല്ല. ഇനി അവൻ വരുന്നത് മണവാട്ടിയെ ചേർത്ത് കൊള്ളുവാനാണ്. ഒന്നാമത്തെ വരവ് നമ്മളെ മണവാട്ടി ആക്കാനാണെങ്കിൽ രണ്ടാമത്തെ വരവ് മണവാട്ടിയെ ചേർത്ത് കൊള്ളുവാനാണ്. അതാണ് അവൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ പ്രത്യേകത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം അവൻ ലോകത്തെ ന്യായം വിധിക്കുവാനുമാണ് വരുന്നത്. മണവാട്ടിയെ ചേർത്ത് കൊള്ളുവാനും ലോകത്തെ ന്യായം വിധിപ്പാനുമാണ്.
നമ്മളെ ചേർക്കാനാണ് വന്നത്. ലോകത്തെ ന്യായം വിധിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. നമ്മളെ ചേർക്കുവാനാണ് വന്നത്, മണവാട്ടിയെ ചേർക്കുവാൻ. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ കർത്താവ് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതായത് യേശു കർത്താവ് പറഞ്ഞു, ഞാൻ പോവുക, നിങ്ങളിവിടെ ആയിരിക്കും, ഇനിയിപ്പം നിങ്ങളിവിടെയാണ്. എന്നിട്ട് പറയാണ്, പേടിക്കണ്ട, ഞാൻ പോയാൽ ഞാൻ പോകുന്നത് എന്തിനാ? സ്ഥലമൊരുക്കുവാൻ. അങ്ങനെ സ്ഥലമൊരുക്കിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ജൂയിഷ് ബാക്ക്ഗ്രൗണ്ടിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ വിവാഹത്തിന് തുല്യമായ അവസ്ഥയാണ്. ഇന്നലെ പറഞ്ഞത് കേട്ടിട്ടുള്ളവർക്കറിയാം. അതിന് തുല്യമായ അവസ്ഥയാണ്. ഇന്ന് തന്നെയല്ല, വിവാഹം കഴിഞ്ഞാൽ മണവാളൻ അവൻ്റെ ഭവനത്തിലേക്ക് പോകുന്നു. എന്തിനാണെന്നറിയാമോ? മണവാട്ടിയം കൊണ്ട് വരുമ്പോൾ അവൾക്ക് താമസിക്കാൻ പറ്റുന്ന നിലയിൽ വീടൊരുക്കാനായിട്ട് മണവാളൻ പോകുന്നു. ഇത് യേശുവിൻ്റെ ഈ കാര്യത്തിൽ മാത്രമല്ല, യഹൂദ പശ്ചാത്തലത്തിൽ എല്ലായിടത്തും നടക്കുന്ന വിവാഹത്തിൻ്റെ കാര്യങ്ങളിൽപ്പെട്ട കാര്യമാണ് നമ്മളീ പറയുന്നത്. അങ്ങനെ മണവാളൻ പോയി സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ, ആർക്ക് വേണ്ടി സ്ഥലം ഒരുക്കുന്നത്? മണവാട്ടിക്ക് വേണ്ടി. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതിനാണ് അവൻ രണ്ടാമത് വരുന്നത്. ഒന്നാമത് വന്നത് വിവാഹ നിശ്ചയത്തിന് വേണ്ടിയാണെങ്കിൽ രണ്ടാമത് വരുന്നത് കല്യാണത്തിന് വേണ്ടിയാണ്. യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്? ഒന്നാമത് വന്നത് വിവാഹ നിശ്ചയത്തിന് വേണ്ടിയാണ്, രണ്ടാമത് വരുന്നത് വിവാഹത്തിന് വേണ്ടിയാണ്. കാന്തൻ്റെ കല്യാണം, ആ കല്യാണത്തിന് വേണ്ടിയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകത്തിൽ പല ഭാഗങ്ങൾ നമുക്കുണ്ട്. അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതിൻ്റെ വേറെ വാക്യങ്ങൾ ഒത്തിരി ഉണ്ട്, എങ്കിലും അതിൻ്റെ 19-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത്, അപ്പോൾ വലിയ പുരുഷാരത്തിൻ്റെ കോശം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കത്തു പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു, നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുപ്പീൻ, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ. അപ്പോൾ അവൻ രണ്ടാമത് വരുന്നത് എന്തിനാണ്? കല്യാണം കഴിക്കാനാ. കല്യാണം കഴിക്കാൻ മണവാട്ടി എവിടാ? ഇപ്പോൾ മണവാട്ടി ലോകത്തിലാ, അല്ലെങ്കിൽ ആ മണവാട്ടിയെ ചേർക്കുവാനാണ് അവൻ രണ്ടാമത് വരുന്നത്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു, ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. അപ്പോൾ കാന്തയെ ചേർക്കുവാനാണ് അവൻ വരുന്നത്. കാന്തയെ ചേർക്കാനാണ് വരുന്നത്. ഒരുങ്ങിയിരിക്കുന്ന കാന്തയെ ചേർക്കാനാണ്. ഒരുങ്ങിയിരുന്നവർ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ വായിച്ച കാര്യം അതാണ്. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് പോയി. ഒരുങ്ങിയവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നാമും ഒരുങ്ങിയിരിക്കണം. ഈ വെളിപ്പാട് പുസ്തകത്തിൻ്റെ തന്നെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 11ഉം 12ഉം വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു, നിൻ്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക, ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിലൊരു തൂണാക്കും. ജയിക്കുന്നവനെ, ജീവിതത്തിൽ പരാജയപ്പെട്ട്, ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വിശുദ്ധിയിൽ പരാജയപ്പെട്ട്, അതാണ് ജീവിതത്തിൽ ഞാൻ ഉദ്ദേശിച്ചത്. തോന്നിയവാസം ജീവിച്ചവനെ എല്ലാം കൂടെ തൂണാക്കത്തൊന്നുമില്ല. തൂണാക്കുന്നത് ജയിച്ചവനെയാണ്, ആത്മീയ ജീവിതം ജീവിച്ചവനെയാണ്. ജയിക്കുന്നവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതും ഇതുമെല്ലാം ഉണ്ടാക്കി വലിയ കെട്ടിടം പണിതവനെന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. മണവാളന് വേണ്ടി ഒരുങ്ങിയിരുന്ന മണവാട്ടിയാണ് അവൻ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മണവാളന് വേണ്ടി ഒരുങ്ങിയിരുന്നവർ,
വെളിപാട് പുസ്തകം 22-ാം അധ്യായത്തിൽ, വേദപുസ്തകത്തിൻ്റെ തന്നെ അവസാനത്തെ അധ്യായമാണത്. അവിടെ അതിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കൽ ഉണ്ട്. അതെല്ലാവർക്കും ഉള്ളതല്ല. ആ പ്രതിഫലം അനീതി ചെയ്യുന്നവർക്കുള്ളതല്ല, അഴുക്കുള്ളവനുള്ളതല്ല. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് പ്രതിഫലമുണ്ട്. അല്ലാതെ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് വരുന്നു. യേശുവിൻ്റെ അവസാന വാക്കും ഈ അതേ അധ്യായത്തിൽ തന്നെ അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഇത് സാക്ഷീകരിക്കുന്നവൻ, അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. അതവൻ്റെ 2ാമത്തെ വരവാണ്. അവൻ്റെ 1-ാമത്തെ വരവ് നമ്മളെ മണവാട്ടിയാക്കാനാണ്. അവൻ്റെ 2ാമത്തെ വരവ് മണവാട്ടിയെ ചേർത്ത് യുഗായുഗങ്ങൾ കാന്തയായി ജീവിക്കുവാൻ നമ്മളെ കൊണ്ടുപോകുവാനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എല്ലാ കാലയളവിലേക്കും നമ്മളെ കൊണ്ടുപോകുന്നതായ ആ ഇവിടെയുള്ള എല്ലാവരെയും കൂടെ അങ്ങ് കൊണ്ടുപോവുകയല്ല, കൈപൊക്കിയവരെ എല്ലാം കൊണ്ടുപോവുകയല്ല. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധിയിൽ അവനെ പിൻഗമിക്കുന്നവരായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് കർത്താവിൻ്റെ 2ാമത്തെ വരവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിങ്ങനെ ഇന്ന് നടന്നില്ല, അല്ലെങ്കിൽ ഈ ആഴ്ച നടന്നില്ല, നാളുകളായിട്ട് പ്രസംഗിച്ചു പക്ഷേ ഇതുവരെ നടന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് വിശ്വാസികളിൽ തന്നെ പലർക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചുള്ള ആ ആകാംക്ഷയും പ്രതീക്ഷയുമൊക്കെ ഇല്ലാതെ പോകുന്നതായ ഒരു സാഹചര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. നമ്മൾ വായിച്ച ഭാഗമാണ്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് തുല്യം. വായിച്ച വേദഭാഗമായതുകൊണ്ട് ഞാൻ പിന്നെയും അത് മൊത്തം വായിക്കുന്നില്ല. അവിടെ എണ്ണ എടുത്തവരുണ്ട്, എണ്ണ എടുക്കാത്തവരുണ്ട്. എണ്ണ എടുത്തവർ ഒരുങ്ങിയവർ, എണ്ണ എടുക്കാത്തവർ ഒരുക്കമില്ലാത്തവർ. മണവാളൻ വരുമ്പോൾ, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം മണവാളൻ്റെ വരവിൽ ഒരുങ്ങിയവരുടെ കാര്യം ഞാൻ പറയുന്നത്. അവരെന്തുകൊണ്ടാണ് എണ്ണ എടുത്തത്? ഇപ്പോൾ വിളക്ക് കത്തുന്നു എന്നുള്ളത് മാത്രമല്ല, അവൻ്റെ വരവ് കുറച്ചുകൂടെ അങ്ങ് താമസിച്ചെന്ന് വെച്ചു. അങ്ങനെ കുറച്ചുകൂടെ താമസിച്ചാലും എണ്ണയെടുത്ത് ഈ വിളക്ക് കത്തിത്തന്നെ ഇരിക്കണം എന്ന് ബോധ്യമുള്ളവരവർ. കർത്താവിൻ്റെ വരവ് എത്ര താമസിച്ചാലും അവരുടെ കയ്യിൽ എണ്ണയുണ്ട്, അവരൊരുങ്ങിയിരിക്കും. ആ ഒരുക്കം, അതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ എല്ലാവർക്കും കുറച്ച് ഒരു മയക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിപ്പം വിശുദ്ധന്മാർക്കും ഉണ്ടാകാം. ഇവിടെ നമ്മൾ വായിക്കുന്നത് 5-ാമത്തെ വാക്യത്തിൽ, പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. ബുദ്ധിയില്ലാത്തവർ മാത്രമല്ല, ബുദ്ധിയുള്ളവരും. നമുക്കും ഇന്ന് സംഭവിച്ചിരിക്കുന്ന കാര്യം അതാണ്. നമ്മൾ ഒരു മയക്കത്തിലാണ്. കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷയോടെ നമ്മൾ ഒത്തിരി കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുക. എന്നാൽ അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിനെന്ന് ആർപ്പുവിളി ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ, യേശു മണവാളൻ അവൻ വരുന്നു. അവൻ എപ്പോഴാണ് വരുന്നത്? ഉച്ചയ്ക്ക് വരുമെന്ന് ചിന്തിച്ചു, വൈകിട്ട് വരുമെന്ന് ചിന്തിച്ചു, വെട്ടമുള്ളപ്പം വരുമെന്ന് വെച്ചു. അറിയില്ല, നമുക്കറിയില്ല. ഞാൻ പറഞ്ഞ ഭൂമിയിൽ വെട്ടമുള്ളപ്പം, അതായത് കർത്താവ് അർദ്ധരാത്രിക്കേ വരുമെന്നുള്ള അർത്ഥത്തിലല്ല. ഇവരെല്ലാവരും ഉറക്കം പിടിച്ച് കിടക്കുമ്പോൾ മണവാളൻ വരുന്നു. അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുക. അപ്പോൾ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റു. അവിടെയും രസകരമായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. എല്ലാവരും മയക്കം പിടിച്ചു. മണവാളൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റു. പക്ഷേ ഒരുക്കമില്ലാത്തവരുടെ കയ്യിൽ വിളക്കിൽ എണ്ണയില്ലായിരുന്നു. ഒരുക്കമില്ലാത്തവർ. നമ്മൾ അങ്ങനെ ആകരുത്. അതുകൊണ്ട് നമ്മൾ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ആകയാൽ നാളും നാഴികയും അറിയായികയാൽ
നിങ്ങൾ അറിയായ്ക കൊണ്ട് ഉണർന്നിരിപ്പീൻ. അവൻ്റെ വരവിന് വേണ്ടിയുള്ള പ്രതീക്ഷയോടെ എപ്പോഴും ഉണർന്നിരിക്കുന്നവരായ ആളുകളായിരിക്കണം നമ്മൾ. അതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അവൻ്റെ രണ്ടാമത്തെ വരവ് മണവാട്ടിയെ തിരക്കി വരുന്ന മണവാളനാണ്. അതാണ് നമുക്കുള്ള ആ പ്രതീക്ഷ. അല്ലെങ്കിൽ നമ്മൾ നോക്കിയിരിക്കുന്നത് നമ്മുടെ മണവാളനെയാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. മണവാളനെ ഒരു മണവാട്ടി നോക്കിയിരിക്കുന്നത് പേടിയോടെ അല്ല. മണവാളനെ ഒരു മണവാട്ടി നോക്കിയിരിക്കുന്നത് സന്തോഷത്തോടെ, ആ മണവാളനെ കാണാനുള്ള വലിയ അഭിവാഞ്ചയോടുകൂടെയാണ്. ഞാൻ ഒരിക്കൽ ഡൽഹിയിലേക്ക് ഫ്ലൈ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ജെസിയും കുഞ്ഞുങ്ങളും, അന്ന് കൊച്ചു പിള്ളേരാ, ട്രെയിനിൽ ഡൽഹിക്ക് വന്നു. അവിടെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് കാണാനാണ്. ജെസി ചിലപ്പോൾ അത് ഉദാഹരണമായിട്ട് പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഈ ജെസി രാത്രിയിൽ ഉറങ്ങിക്കിടന്നപ്പോഴും അങ്ങ് ഭയങ്കര ചിരിയും നല്ല സ്മൈലിങ്ങൊക്കെ. ഉടനെ കൂടെ ഉണ്ടായിരുന്ന കൊച്ചു ചോദിച്ചു, മമ്മി എന്നാ ഈ ഉറക്കത്തിലിരുന്ന് ചിരിക്കുന്നത്? ഉടനെ പറഞ്ഞു, മോളെ അപ്പം വരാറായി, അപ്പം ഇപ്പോൾ വരും, നമ്മളും അവിടെ ചെല്ലും, നമ്മളെ അപ്പം കാണും. അപ്പോൾ ജെസ്സി തന്നെ പറയുന്നൊരു കാര്യം, ഞാൻ വിശുദ്ധിയോടുകൂടെ എൻ്റെ ഭർത്താവിന് വേണ്ടി കാത്തിരുന്നത് കൊണ്ടല്ലേ എനിക്ക് പുഞ്ചിരിയോടെ എൻ്റെ ഭർത്താവിനെ എതിരേൽക്കാൻ കഴിയുന്നത്. എന്നാൽ ഞാൻ തോന്നിവാസം ജീവിച്ചായിരുന്നെങ്കിൽ അപ്പം വരാൻ പോകുന്നു എന്ന് പറയുന്നത് എനിക്കൊരു ഭീതിയായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ വരവിനെ നമ്മൾ പ്രതീക്ഷയോടെ, സ്നേഹത്തോടെ, ആദരവോടെ എന്ന് തന്നെയല്ല, ആനന്ദത്തോടെയാണ് കാത്തിരിക്കുന്നത്. ഞാൻ കാത്തിരിക്കുന്നത് വിഷമിച്ചിട്ടൊന്നുമല്ല, ഞാൻ കാത്തിരിക്കുന്നത് ആനന്ദത്തോടെയാണ്. എപ്പോൾ വന്നാലും അവനെ എതിരേൽക്കുവാൻ എനിക്ക് അവനെ ഒന്ന് കണ്ടാൽ മതി. അവൻ്റെ സാന്നിധ്യം അതെന്നെ സന്തോഷിപ്പിക്കുന്നു. അവൻ വരാൻ പോകുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ആശ്വാസവും ആനന്ദവുമാണ്. ഞാൻ ചിരിച്ച് കളിച്ചൊക്കെയാണ് ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? എൻ്റെ ഭർത്താവ് വരാറായി. എൻ്റെ കർത്താവിന് വേണ്ടിയുള്ള വലിയ ആഗ്രഹത്തോടെയുള്ള കാത്തിരിപ്പാണ് നമുക്ക് ആവശ്യം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇനി ഞാൻ പറയാൻ പോകുന്നത്, കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് നമുക്ക് ഒത്തിരി അവസരങ്ങളെ ഉണ്ടാക്കി തന്നു. ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു ഒന്നാമത്തെ വരവ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഓപ്പർച്യൂണിറ്റീസ് അല്ല, അത് ഡെസ്റ്റിനേഷനാണ്. അഥവാ പിന്നൊന്നും ചെയ്യാൻ പിന്നെ അവസരങ്ങളില്ല. അവസരങ്ങൾ മുഴുവൻ ഇപ്പോഴാണ്. എന്തവസരം? ഒന്ന്, എനിക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാക്കിയത് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവാണ്. അവസരം. ആദമിൻ്റെ മകനായി പാപത്തിൽ ജീവിച്ചിരുന്നവനായി എനിക്ക് യാതൊരു പ്രതീക്ഷയും ലോകത്തിൽ ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് എനിക്ക് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരമുണ്ടാക്കി തന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകനും യേശുവും ശിഷ്യന്മാരും എല്ലാവരും പ്രസംഗിച്ചത്, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിൻ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. രാജാവ് വന്നു. ആ ഒന്നാമത്തെ വരവാണ് എന്നെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് ആർക്കും, ഈ ഭൂമിയിലുള്ള ആർക്കും ഈ ഓപ്പർച്യൂണിറ്റിയുടെ പ്രത്യേകത ഇത് ചിലർക്ക് മാത്രമുള്ളതല്ല. ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ എവ്രി വൺ ഹൂ ഈസ് ലിവിങ് ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കുമുള്ള അവസരമാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് കൊണ്ടുവന്നത്. എന്ത്? ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരം. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക തന്നെയല്ല, അങ്ങനെ പ്രവേശിക്കുന്നവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് രക്ഷിക്കപ്പെട്ട് അവനെ യേശു കർത്താവ് മണവാട്ടിയാക്കുകയാണ്. അപ്പം മണവാട്ടിയാകാനുള്ള അവസരവും കൂടെയാണ്. യേശുവിൻ്റെ ഒന്നാമത്തെ വരവ് ദൈവരാജ്യത്തിലേക്ക് എനിക്ക് പ്രവേശനം തന്നു എന്ന് തന്നെയല്ല, യേശുവിൻ്റെ മണവാട്ടിയാകുവാനുള്ള അവസരം. ഇപ്പം ഞാൻ മണവാട്ടിയാണ്. ആ അവസരം, ഇങ്ങനെ മണവാട്ടിയായി അവൻ എന്നെ ചേർക്കാനായിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ
ഞാൻ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ദൈവ സംസർഗത്തിൽ ഞാൻ ജീവിക്കുന്നു. അതിനുള്ള അവസരം ഇപ്പോഴും ഞാൻ ദൈവ സംസർഗത്തിലാണ് ജീവിക്കുന്നത്. ഇൻ കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 14-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ പറയുന്ന കാര്യം, അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ദൈവ സംസർഗം. കർത്താവ് പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ ആര്? പിതാവും പുത്രനും വന്ന് അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. അതായത് ദൈവ സംസർഗം ഇപ്പോഴേ ഞാൻ അനുഭവിക്കുകയാണ്. ഞാനത് ഓരോ നിമിഷങ്ങളിലും അനുഭവിക്കുന്നുണ്ട്. അവൻ്റെ ഒന്നാമത്തെ വരവ് എനിക്ക് കൊണ്ടു തന്നതായ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ദൈവത്തെ എൻജോയ് ചെയ്യുവാൻ. ഐ എൻജോയ് ദ ലൈഫ് ഓഫ് ഐ എൻജോയ് ദ പ്രസൻസ് ഓഫ് ജീസസ്. യേശുവിൻ്റെ ആ സാമീപ്യം ഞാനതങ്ങ് എൻജോയ് ചെയ്യുകയാണ്. അതിന് കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഹിസ് ഫസ്റ്റ് കമ്മിങ്. അവൻ വന്ന് എന്നെ പാപവിമോചിതനാക്കി, എന്നെ അവൻ്റെ മണവാട്ടിയാക്കിയിട്ട് നീ ഇവിടെ ജീവിച്ചോ, എപ്പോഴെങ്കിലും ഞാൻ വന്നോളാമെന്ന് പറഞ്ഞ് കർത്താവ് പോയി എന്നുള്ളത് ശരിയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്. കർത്താവ് പറയാണ്, ഞാൻ അങ്ങോട്ട് പോയാലും ഞാൻ നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട്. ഐ ആം വിത്ത് യു ഓൾവേസ്. ഉയർത്തെഴുന്നേറ്റവനായ യേശു പറയുന്ന കാര്യം എന്താ? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യെസ്, ജീസസ് ഈസ് ലിവിങ് ഇൻ ഹെവൻ. അവൻ സ്വർഗത്തിലാണ്. പക്ഷേ യേശുവിൻ്റെ പ്രത്യേകത, അവൻ സ്വർഗത്തിലിരിക്കുമ്പോൾ തന്നെ എൻ്റെ കൂടെ വാസം ചെയ്യുകയാണ്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഞാൻ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാന്തനും ഒന്നിച്ചുള്ള വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ ആ കാത്തിരിക്കുമ്പോൾ തന്നെ കാന്തൻ എനിക്ക് വിദൂരസ്ഥനല്ല. ആത്മാവിൽ ഞാൻ അവൻ്റെ സാമീപ്യം അനുഭവിക്കുന്നു. അവൻ വന്നു കഴിഞ്ഞ് ആത്മാവിൽ മാത്രമല്ല, പ്രത്യക്ഷത്തിൽ തന്നെ അവൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കും. സ്വർഗത്തിൽ ഞാൻ അവൻ്റെ മണവാട്ടിയായി കാന്തൻ്റെ വിവാഹം, ആ വിവാഹം കഴിഞ്ഞാൽ അവൻ്റെ കൂടെ വസിക്കുകയാണ്, അവൻ്റെ കൂടെ വാഴുകയാണ്. എന്നാൽ ഇപ്പോൾ തന്നെ ആ ദൈവത്തിൻ്റെ സാമീപ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഐ എം ലിവിങ് വിത്ത് ക്രൈസ്റ്റ്. ഞാൻ ക്രിസ്തുവിനോട് കൂടെയാണ് ജീവിക്കുന്നത്. റോമാലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത്, നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ ഇനി മരിക്കയില്ല. മരണത്തിന് അവൻ്റെ മേൽ കർത്തൃത്വം നാം അറിയുന്നുവല്ലോ. അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവീൻ. യെസ്, ഞാനിവിടെ ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുകയാണ്. എനിക്ക് യേശു ഒരു യാഥാർത്ഥ്യമാണ്. ഒരിക്കൽ ഞാൻ സ്വർഗത്തിൽ അവൻ്റെ മണവാട്ടിയായി സിംഹാസനത്തിലിരുന്ന് അവനോടുകൂടെ വാഴും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്, അവൻ്റെ 2-ാമത്തെ വരവ്. പക്ഷേ അവൻ്റെ 1-ാമത്തെ വരവിൽ തന്നെ ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ട എനിക്ക് അവൻ്റെ സാമീപ്യവും സാന്നിധ്യവും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും, അതും യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ, അതായത് ദൈവ സംസർഗം നമ്മൾ അനുഭവിക്കുന്നു, യേശുവും ഒന്നിച്ചുള്ള സംസർഗം നമ്മൾ അനുഭവിക്കുന്നു. അതേപോലെ യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്ന വേദഭാഗത്തിൽ അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന്. അപ്പോൾ യേശു തന്നെ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ട്. എന്നാൽ ഇവിടെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മളോട് കൂടെ ഇരിക്കേണ്ടതിന്. പ്രിയമുള്ളവരെ, ഞാൻ അന്യഭാഷകളിലൊക്കെ സംസാരിക്കുന്ന ആളല്ലെന്നല്ല, പക്ഷേ വേറൊരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ ഞാൻ അറിയുന്നത് എവിടെങ്കിലും ഇരുന്ന് തുള്ളിച്ചാടുമ്പോൾ മാത്രമല്ല, എൻ്റെ കൂടെ നടക്കുക. പരിശുദ്ധാത്മാവ് എപ്പോഴും അനുഭവിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നത് കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ
ഞാൻ പിതാവിനോട് ചോദിക്കും, പിതാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. ഞാൻ ആ ഹോളി സ്പിരിറ്റിനെ അതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ യേശുവിനെ എൻജോയ് ചെയ്യുന്നുണ്ട്, പിതാവിനെ എൻജോയ് ചെയ്യുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ എൻജോയ് ചെയ്യുന്നുണ്ട്, ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഇതെല്ലാം സാധ്യമായി തീർന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ബിക്കോസ് ഓഫ് ഹിസ് ഫസ്റ്റ് കമ്മിങ്, അവൻ്റെ ഒന്നാമത്തെ വരവ്. എന്നാൽ രണ്ടാമത്തെ വരവ് ഇനി ഓപ്പർച്യൂണിറ്റീസ് അല്ല കൊണ്ടുവരുന്നത്, അത് ഡെസ്റ്റിനേഷനാണ്. അത് കഴിഞ്ഞ ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. ഇപ്പോൾ ദൈവം മകനാകുവാൻ എനിക്ക് അവസരം കിട്ടി, കർത്താവിൻ്റെ മണവാട്ടിയാകുവാൻ അവസരം കിട്ടി, സ്വർഗത്തിലെ ദൈവം എൻ്റെ കൂടെ നടക്കുന്നതിന്, ആ ദൈവ സംസർഗം അനുഭവിക്കുന്നതിന് എനിക്ക് അവസരം ലഭിച്ചു, എല്ലാ അവസരങ്ങളും ലഭിച്ചു. ഇപ്പോഴും ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി അത് കഴിഞ്ഞാൽ പിന്നെ ഒരവസരവും ഇല്ല. പിന്നെ ആർക്കും രക്ഷിക്കപ്പെടാനും പറ്റത്തില്ല, പിന്നെ ആർക്കും മകനാകാനും പറ്റത്തില്ല, മണവാട്ടിയാകാനും പറ്റത്തില്ല, ഒന്നും കഴിയത്തില്ല. അതോടെ എല്ലാം തീർന്നു. ഡെസ്റ്റിനേഷനിലെത്തുകയാണ്, ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ. അവനെ കാത്തിരിക്കുന്ന മണവാട്ടി അവനോട് കൂടെ വാഴും. എന്നാൽ അവനെ നിഷേധിച്ചവർ, അവരുടെ ജീവിതം നിത്യ നരകത്തിലേക്ക് പോവുകയാണ്. ഡെസ്റ്റിനേഷനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. മണവാട്ടിക്ക് കാന്തനോട് ഒന്നിച്ചുള്ള സഹവാസം, കാന്തയുടെ കല്യാണം, യുഗായുഗങ്ങൾ അവനോട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരവസരം, അതാണ് നമ്മൾ കാണുന്നത്. അവനോട് കൂടെ യുഗായുഗങ്ങൾ വാഴുകയാണ്. കാന്തയ്ക്ക് കല്യാണം, എന്നാൽ ലോകത്തിന് ന്യായവിധി. യോഹന്നാൻ്റെ സുവിശേഷം തന്നെ അതിൻ്റെ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 28ഉം 29ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ കാണുന്നത്, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ഒന്നാമത്തെ വരവ് ഒത്തിരി അവസരങ്ങളെ നമുക്ക് തന്നു. വീണ്ടെടുക്കപ്പെടുവാൻ, മകനാകുവാൻ, മണവാട്ടിയാകുവാൻ, ദൈവ സംസർഗത്തിൽ ജീവിക്കുവാൻ എല്ലാം അവസരം തന്നു. പക്ഷെ അവൻ്റെ രണ്ടാമത്തെ വരവ് അവസരങ്ങളില്ല. കല്ലറകളിലുള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. 1 നിത്യജീവങ്കലേക്ക്, 2 നിത്യ നരകത്തിലേക്ക്. ഈ 2 ഡെസ്റ്റിനേഷനിൽ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യം. പിന്നെ അവസരങ്ങളില്ല, അവസരങ്ങൾ ഇപ്പോഴേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നമ്മളെ ഒരുക്കണം. ആ രണ്ടാമത്തെ വരവിൽ ഈ 2 ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലായിരിക്കും നമ്മളൊന്ന് ആലോചിക്കണം. നന്മ ചെയ്തവർ അവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുന്നു. ഇതിനകത്ത് ഏത് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ? എല്ലാവരും അങ്ങ് ജീവനിലേക്ക് കടക്കുകയില്ല. നന്മ ചെയ്തവർ, എന്താണ് നന്മ? യേശുവാണ് നന്മ, അല്ലാതെ വേറെ ഒന്നുമല്ല. ആ യേശുവിനെ ഉള്ളിൽ കയറ്റിയിരുത്തി അവൻ വാഴുന്നുവെങ്കിൽ അവർ നിത്യജീവനിലേക്ക്, നിത്യസ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക്. ഡെസ്റ്റിനേഷനിൽ വന്നിരിക്കുകയാണ് നമ്മൾ, ആത്യന്തികമായ അനുഭവത്തിലേക്ക് വന്നിരിക്കുക. ഇനി ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം ആർക്കും രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം ആർക്കും മണവാട്ടിയെ പുത്രനാകാൻ കഴിയില്ല. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷം ആർക്കും മണവാട്ടിയാകാൻ കഴിയുകയില്ല. അതൊക്കെ വേണമെങ്കിൽ ഇന്ന് ദൈവമകനാകണം, ഇന്ന് വീണ്ടും ജനിക്കണം, ഇന്ന് മണവാട്ടിയാകണം. ഇന്നാണ് അവസരം. നാളെ ഈ അവസരം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാര്യം അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവസരങ്ങളില്ല. ഇന്ന് അവസരങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ജനിക്കുന്നവൻ നിത്യജീവനിലേക്ക്, സ്വർഗത്തിലേക്ക്, മണവാളനോടൊപ്പം അവൻ്റെ കാന്തയായി ജീവിക്കുവാനുള്ള അവസരം. ഇല്ലെങ്കിൽ നിത്യ നരകത്തിലേക്ക്. അപ്പോൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്, ഒന്നാമത്തെ വരവ് അവസരങ്ങൾ കൊണ്ടുവന്നു, രണ്ടാമത്തെ വരവ് അവസരങ്ങളില്ല, ഇനിയില്ല. അതുകൊണ്ട് ഇന്ന് അവസരമുള്ളപ്പോൾ നീ രക്ഷിക്കപ്പെടണം. ഇന്ന് അവസരമുള്ളപ്പോൾ യേശുവിനെ സ്വീകരിക്കണം. ഇന്ന് അവസരമുള്ളപ്പോൾ യേശുവിൻ്റെ
യേശുവിനെ ഉള്ളിൽ കയറ്റി യേശുവിൻ്റെ ജീവിതം ജീവിക്കണം. ഇന്ന് അവസരമുള്ളപ്പോൾ ദൈവ മകനാകണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. മകനാകണം. ഇന്ന് അവസരമുള്ളപ്പോൾ അവൻ്റെ മണവാട്ടിയാകണം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, നിൻ്റെ ഒന്നാമത്തെ വരവ് ഞങ്ങൾക്ക് നിത്യജീവനെ തരുവാനാണ് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെ മക്കളാക്കുവാൻ നീ ഒന്നാമത് വന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി അടുത്തത് നിൻ്റെ രണ്ടാമത്തെ വരവാണ് എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അവസരങ്ങളില്ല, ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് ഇപ്പോൾ കർത്താവേ, നിൻ്റെ മകനാകുവാൻ, നിൻ്റെ മണവാട്ടിയാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനുവേണ്ടി ഒരുക്കണമേ. അവൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കി, വിശുദ്ധ വസ്ത്രം ഒരുക്കി ആ വിശുദ്ധിയിൽ ജീവിക്കുന്നുവല്ലോ. ഇന്ന് കർത്താവേ, നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ തന്നെ ഒരുക്കാൻ നീ സഹായിക്കണമേ. അവിടുത്തെ കൃപ ചൊരിയണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.